നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് കാപ്പുമുക്ക് പുത്തലത്ത് താഴ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. 50 വർഷത്തോളം പഴക്കമുള്ള നടപ്പാതയാണിത്. അധികൃതരുടെ അനാസ്ഥയെന്ന് പ്രദേശവാസികൾ. കായണ്ണ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ കാപ്പുമുക്ക് പുത്തലത്ത് താഴ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. 50 വർഷത്തോളം പഴക്കമുള്ള നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമാണ് കോൺക്രീറ്റ് ചെയ്താൽ ഈ റോഡ്. ഇപ്പോൾ മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം റോഡിലൂടെ ഒഴുകി കുണ്ടും കുഴിയും കാനയുമായി മാറിയിരിക്കുകയാണ്. കൂടാതെ ജൽജീവൻ പദ്ധതിക്കായി കോൺക്രീറ്റ് പൊളിച്ച് പൈപ്പിട്ടതോടെ റോഡിന് നടുവിലൂടെ കാനയും പ്രത്യക്ഷപ്പെട്ടു. ഇതുമൂലം ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായതായി സമീപവാസികൾ പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ ഒരു ആവശ്യമുള്ളൂ, ഈ റോഡ് നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇതുവരെ ഉള്ളത്. ഇതിപ്പം 12 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ പലർക്കും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെയും കുറ്റപ്പെടുത്താനോ പേരൊന്നും പറയാനല്ല. ഈ 100ഓളം ആൾക്കാർ അക്കരെ വയലിൻ്റെ അക്കരെയുള്ള ആൾക്കാരും ഈ ഞങ്ങളെ ഈ ചുറ്റുപാടത്തന്നെ എൻ്റെ അച്ഛനമ്മയിൽ തന്നെ പ്രായം 85 വയസ്സ് കഴിഞ്ഞ് അച്ഛന് 95 വയസ്സായി. അപ്പോൾ ഒരു വണ്ടി വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്നാണ് അത് പറയാനുള്ളൂ. 4ഓളം അരിയം കുടുംബങ്ങൾ ഇതിൻ്റെ താഴെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. 100-100 ആൾക്കാർ ഇതിലിങ്ങനെ ദിവസം നടന്നു പോകുന്ന വഴിയാണ്. സ്കൂൾ കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊന്ന് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തുക, അല്ലെങ്കിൽ അധികാരികളെ ശ്രദ്ധയിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതാണ് ഇത് പറയാനുള്ളത്. 100 മീറ്ററിന് താഴെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 180ഓളം മീറ്റർ കോൺക്രീറ്റ് ചെയ്താൽ റോഡ് സുഗമമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി നിരന്തരം പഞ്ചായത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു. പ്രദേശത്തെ രോഗികളെ ഹർബാനയിലും കസേരയിലും എടുത്തുമാണ് പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിക്കാറ്. ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡാണ്. ഇതിൻ്റെ മുമ്പ് ഒരു 2 ആഴ്ച മുന്നേ ഒരു രോഗികളെ വരെ കൊണ്ടുവരേണ്ടി വന്നത് അർബാനയിലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെറുക്കാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൽ എത്രയോ മുമ്പുള്ള റെഡ് സ്റ്റാർ ക്ലബിൻ്റെ നിൽക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര മുമ്പുള്ള റോഡാണ്. അപ്പോൾ അത്രയും കാലമായിട്ടുള്ള റോഡിന് ഇത്രയും കാലമായിട്ട് ഒരു വികസനവും ഇല്ല. സ്കൂളൊന്നും പോരാനില്ല. നല്ല ചളിയൊക്കെ യൂണിഫോമിലൊക്കെ നല്ല ചളി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.